സർവമംഗളമംഗല്യേ വേദാന്തമതിൽ അധരമുതിരുവിളിയിലണിയും അരമണിഭേരിയുലകിലേറി വന്നേ കലകളിലധിപ കലയതു ശിരജടയിൽ ചൂടിയാടിടമറുതാളമോടെ വാഴുന്നു തിരുവരമേകി തിരുവിളയാടി നാരായണീ നമ മഹാകാളി ശക്തി സ്വരൂപി ഇന്നൊരു തന്നാരം പാടാം ഓലച്ചൂട്ടിൻ വെട്ടത്തിലാടാം ആളിത്തീരുന്ന തെള്ളിതൻ മിന്നലിൽ ചെമ്പട്ടി മിന്നായം കാണാം കാളിപ്പെണ്ണിന്റെ മഞ്ഞളിൽ വാസന പാരിന്റെ ജീവനിൽ തേനോ പാലാഴിയാണോ ഇനിയൊന്ന് ചായണമമ്മേ ആ മാറി ചൂടേ ഒരു ദിവസം 12 പാദങ്ങളിൽ ദർശനം നൽകുന്ന മൂർത്തിയാണ് ഗുരുവായൂരപ്പൻ. അവ പ്രകാരമാണ്. പെരുമാളിന്റെ വിശ്വരൂപ ദർശനമാണ്. ഈ സമയത്ത് ദർശനം നടത്തിയാൽ മഹാപാപനാശനമാണ് ഫലം. തൈലാഭിഷേക സമയത്ത് വാതിലോട് വിഘ്നനാണ് ഗുരുവായൂരപ്പൻ. വാഹച്ചാർത്തിന്റെ സമയത്ത് ഗോകുലനാഥനായാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. ശംഖാഭിഷേക സമയത്ത് സന്താന ഗോപാലനാണ് ഗുരുവായൂരപ്പൻ. ഉണ്ണിക്കണ്ണനായാണ് ബാലാലങ്കാര സമയത്ത് ഭഗവാന്റെ ദർശനം. പാൽ മുതലായ അഭിഷേക സമയത്ത് യശോദാ ബാലനാണ് ഗുരുവായൂരപ്പൻ. വനമാലാകൃഷ്ണനായാണ് നവകാഭിഷേക സമയത്ത് ഭഗവാന്റെ ദർശനം. ഉച്ച സമയത്ത് സർവാലങ്കര ഭൂഷണനായാണ് ഭഗവാൻ ഭക്തർക്ക് ദർശനം നൽകുന്നത്. സന്ധ്യാസമയത്ത് സർവമംഗളദായകനാണ് ഗുരുവായൂരപ്പൻ. മോഹനരൂപനായാണ് ദീപാരാധന സമയത്ത് ഭഗവാൻ ദർശനം നൽകുന്നത്. അത്താഴപൂജയ്ക്ക് വൃന്ദാവന ചരണമാണ് ശ്രീ ഗുരുവായൂരപ്പൻ. തൃക്കുവ സമയത്ത് അനന്ത ശയനനായാണ് ഭഗവാൻ ദർശനം നൽകുന്നത്. ഈ മാസം 30-ാം തീയതി പുലരി പൂർണ്ണമാകുന്ന 10:30 മുതൽ 11:30 വരെയുള്ള സർവേശ്വരിയായ അമ്മയുടെ ചന്തത്തിൻ പൂമുഖം അനുഗ്രഹം കൊടുക്കുന്ന താരം തിരിവെച്ചോരോ രാവിലെത്തുന്ന നേരം ചന്തത്തിൻ പൂമുഖം കൊച്ചു മലയാളപ്പുഴ അമ്മയുടെ അനുഗ്രഹത്തിൽ അന്നേ ദിവസം ചിരിവല്ലിപ്പൂവിട്ടു കാണാൻ ദേവി ഈ മാസം 30-ാം തീയതി പഞ്ചാരാഭിഷേകം പാട്ട് 17-ാം തീയതി മേടമാണ് പുലരി 10:30 മുതൽ 11:30 വരെയുള്ള സർവേശ്വരിയായ അമ്മയുടെ അനുഗ്രഹത്താൽ പൂർണ്ണതയിൽ സാധ്യമാകുന്ന വിഷ്ണുമായ പഞ്ചാരാഭിഷേകത്തിൽ പങ്കെടുത്ത് സ്വാഗതം ചെയ്തുകൊണ്ട് കൊച്ചു മലയാളപ്പുഴ അമ്മയുടെ അനുഗ്രഹത്തിൽ ഐശ്വര്യം, സമൃദ്ധി, ആരോഗ്യം എന്നിവ പൂർണ്ണമാക്കിയും
शम्भो महादेव श्री परमेश्वर नीलकण्ठ प्रभु चारुमूर्ते तिङ्गल कलाधर पार्वती वल्लभ श्रीशैलनाथ नमः शिवाय കലകളിലധികം കലയതു ശിരജടം ചൂടിയാടിടമന്താളമോടെ വാഴും ജടാധര കൈലാസനാഥ ശ്രീ മഹാദേവായ പുരാണേ ദേവദേവേശ്വര ശ്രീ പരമേശ്വര ഓംകാരമൂർത്തെ ശ്രീ നീലകണ്ഠ